ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ഗാനമുണ്ടല്ലേ, ഒരു വൈറൽ ഗാനം. ഈ ഗാനം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആണ് പല വേദികളിലും എടുത്തിട്ട് അങ്ങോട്ട് അറുമാദിച്ചത്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഈ ഒരു ഗാനം എഴുതിയത് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 44 വർഷമായിട്ട് ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അവിടെ നിന്നുകൊണ്ട് എഴുതി രചന ചെയ്തു. ഈ ഒരു ഭക്തിഗാനത്തിൻ്റെ ആ ഒരു താളത്തിലാണ് ഈ ഒരു ഗാനം പുറത്തേക്ക് ഇറക്കിയത്. ഈ ഗാനം ശരിക്കും കേരളക്കര മൊത്തത്തിൽ മുഴങ്ങിക്കേട്ടതും കോൺഗ്രസിൻ്റെ വേദികളിലാണ് ഏറ്റവും കൂടുതൽ ഈ സോങ് എടുത്തിട്ടങ്ങ് അറുമാദിച്ചത്. എന്തായാലും ഈ വന്ന തെരഞ്ഞെടുപ്പിൽ CPM ഇത്രയധികം അടി കിട്ടാനായിട്ടുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് ശബരിമല വിഷയം ഒന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നിരന്തരം ഒരു സമുദായത്തിനെതിരെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട കള്ളുകച്ചവടക്കാരനെയും കൊണ്ട് ഈ കാറിനകത്ത് കറങ്ങി നടന്ന് ഇവിടത്തെ ഇത്രയധികം വർഗീയത പറഞ്ഞിട്ടുള്ള ഈ ഊളേന ഈ കാറിനകത്ത് കയറ്റിക്കൊണ്ട് നടന്നത് ഇവിടെ ജനങ്ങൾ മുഴുവൻ കണ്ടതാ. അതുകൊണ്ട് തന്നെയാണ് മലബാർ മേഖലയിലോട്ടൊന്നും ഒരു പ്രതിപക്ഷത്തിന് പോലും ഒരു സീറ്റ് കിട്ടാത്ത രീതിയിൽ അവിടെയുള്ള മൊത്തം സീറ്റുകളിലും UDF ജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം കുറെ കാലമായിട്ട് ഇയാൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ ആ സമുദായത്തിന് പോലും ഒരു ഗുണവുമില്ലാത്ത ഈ ഒരു അച്ഛനും മകനും മാറി മാറി വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും കാല് നക്കി അവരുടെ ആവശ്യങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ട്. ഈ മകൻ 10-16 കോടിയുടെ ഒരു അഴിമതി കേസിൽ അകത്ത് പോകേണ്ട സമയത്ത് അവിടെ രക്ഷകനായിട്ടെത്തിയത് യൂസഫ് അലി എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയാ. അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ തന്നെയായിരുന്നു നിരന്തരം ഇയാൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ നമ്മുടെ സർക്കാർ മുന്നോട്ട് വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഇലക്ഷനിൽ ഇത്രയധികം അധംപതനം കേൾക്കേണ്ടി വന്നത്. എന്തായാലും ഇപ്പൊ ഈ ഗാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്തയുണ്ട്. ഈ ഗാനം പാടിയവർക്കും ഇത് എഴുതിയവർക്കും ഒക്കെ എതിരെ ഇപ്പൊ കേസ് വരുന്നുണ്ട്. കാരണം അയ്യപ്പനെ അവഹേളിച്ചു, അയ്യപ്പന്റെ ഭക്തരെ അവഹേളിക്കുന്ന തരത്തിലാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ഇതിന്റെ സംരക്ഷണ സമിതിയിലുള്ള തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ഒരു പരാതി ഇപ്പൊ DGPക്ക് പോയിട്ടുണ്ട്. എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ഈ ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഈ വൃത്തികെട്ട വിഷജീവി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു പരാമർശമായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളത് കാണുക. കണ്ടതിന് ശേഷം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ തന്നെ കൊടുക്കുക. കാരണം ഇപ്പൊ ഇവിടെ ഒരു പാട്ടിറക്കിയാലും ഇവിടെ ഇപ്പൊ ഒരു സിനിമ വന്നാലും എന്ത് തന്നെ ഇറക്കിയാലും അതെല്ലാം വർഗീയപരമായി ചിത്രീകരിക്കുന്ന ഒരു വിഭാഗം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ബിരിയാണി കൊടുക്കുന്ന ഒരു സീൻ വരെ ആസം വരെ കട്ട് ചെയ്ത് മാറ്റണമെന്നാണ് ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഈ വേട്ടാവളിയന്മാർ പറയുന്നത്. സത്യത്തിൽ എന്താണ് നമ്മുടെ നാടിന്റെ പോക്ക്, ഇത് എങ്ങോട്ടാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ പറ്റാത്തൊരു നാടായി മാറിയിരിക്കുകയാണ്. 2 വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണാം. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെതിരെ DGPക്ക് പരാതി. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു എന്ന് കാട്ടി തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതിക്കാരൻ. ഒരു പ്രതികരണമുണ്ട്, കേൾക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പാട്ട് ഉപയോഗപ്പെട്ടു. ഇതിന്റെ ആക്ഷേപഹാസ്യത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ ഭാഗത്ത് സ്വാമിയെ അയ്യപ്പ എന്ന ശരണമന്ത്രം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പാരഡി ഗാനം തയ്യാറാക്കിയിട്ടുള്ളത്. പാരഡിയെ സ്വതവേ സ്വാഗതം ചെയ്യുന്നു എങ്കിൽ പോലും സ്വാമി അയ്യപ്പോ എന്ന ശരണമന്ത്രം കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി അയ്യപ്പനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരെയും അവഹേളിക്കുന്ന തരത്തിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് പരാതിയുടെ ഉള്ളടക്കം. ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ പാട്ട് ഉപയോഗിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് എന്നുള്ള വിമർശനം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് ഈ പരാതിയിൽ. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് വിഷയം ഉന്നയിച്ചുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ പരാതി വന്ന പശ്ചാത്തലത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും അത് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതുമാണ് എന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പ്രതികരിച്ചിട്ടുണ്ട്. ശരി, അബിലാൽ, ആ പാട്ട് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം.
പാട്ട് വലിയ രീതിയിൽ തന്നെയാണ് വൈറലായത്. ഇത് കോൺഗ്രസ് പല വേദികളിലും എടുത്തിട്ട് അങ്ങോട്ട് അർമാദിക്കുന്നത് നമ്മൾ കണ്ടു. മലപ്പുറം ജില്ല മുഴുവൻ UDF തൂത്തുവാരിയതിനു ശേഷം വീണ്ടും ഒരു പരാമർശവുമായിട്ട് ഈ ക്ഷുദ്രജീവി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. മുസ്ലിങ്ങൾ മാത്രം ഉള്ള രാജ്യമൊന്നുമല്ല. അവിടെ 4 ജില്ലയിൽ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളതാണ്. 4 നിയോജകമണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമുണ്ട്. ഒരു സ്ഥലത്താണെങ്കിൽ ഇടതുപക്ഷം പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ഈഴവൻ ജയിച്ച സ്ഥലമാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നാ കാര്യം, അവിടെ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കുകയില്ല. അവർ ഭിന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് സൗകര്യമായതുകൊണ്ട് മലപ്പുറത്ത് മുഴുവൻ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കുന്നത് അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്ന സമയത്ത് പോലും അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് മറ്റുള്ളവരും ജീവിക്കണമെന്നുള്ള നിലയിലാണ് മലപ്പുറം പോകുന്നത്. ഈ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെന്തെല്ലാം നേടി? ബാക്കിയുള്ളവർ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കി ഒരു പരിഗണനയും പരിരക്ഷയും തരണ്ടേ? കിട്ടണമെങ്കിൽ മലപ്പുറത്ത് ഏറ്റവും വലിയ ഭാഗമാണ് മഞ്ചേരി. മഞ്ചേരി മക്കള് സ്നേഹിച്ചിട്ടേ വിടുകയുള്ളൂ. അത് അവർ തിന്നണ അന്നം തന്നെ വാങ്ങിട്ട് തരും. അതല്ലാതെ പാവപ്പെട്ടവന് വേറെ അന്നെന്ന് പറയില്ല. മലപ്പുറം മക്കളെ മൊത്തം സ്നേഹമുള്ള മക്കളാണ്. ഈ ജില്ലനെ പോലൊരു ജില്ല വേറെ വരില്ല. എൻ്റെ മക്കൾ കേരളത്തിലുള്ള ഏറ്റവും നല്ലൊരു ജില്ല. എൻ്റെ മക്കൾ എന്നും റഹ്മത്തും ബർക്കത്തും ദീർഘായുസ്സും ആരോഗ്യവാനായിരിക്കാൻ വേണ്ടി. ഇത് കേട്ടല്ലോ അല്ലേ? ആ ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനില്ലേ, ആ മനുഷ്യന്റെ വിവരവും ബുദ്ധിയും പോലും ഇല്ലാത്ത വെറും പോങ്ങനാണിങ്ങേര്. മഹാനായ ഗുരുദേവന്റെ ആ ഒരു ആദർശത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഗുരുദേവന്റെ ആദർശങ്ങളും ഗുരുദേവന്റെ വചനങ്ങളും സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുന്നതാ. ഇങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? ഈ സമൂഹത്തിന്റെ ഇടയിൽ വിഭാഗീയത സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പറഞ്ഞിട്ടുള്ള 2-3 പോയിന്റുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് സത്യത്തിൽ ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിൽ ഉൾപ്പെടുന്നതാണല്ലോ അല്ലേ? അന്റാർട്ടിക്കയിലും പിന്നെ ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ ഈ പിന്നെ മലപ്പുറം ജില്ല ഇരിക്കുന്ന. മലപ്പുറം ജില്ലയ്ക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ഭരണഘടനയോ അല്ലെ പ്രത്യേകിച്ച് ഒരു നിയമ സംവിധാനമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ മരപ്പൊട്ടനെയും കൊണ്ട് ഈ നമ്മുടെ കേരളം ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി കാറിൽ കയറി കറങ്ങിയതിന്റെ ഒരു വിപത്താണ് ഈ ഒരു ഇലക്ഷനിൽ നമ്മൾ കണ്ടതും നമ്മൾ നേരിട്ടതും നമ്മൾ അനുഭവിച്ചതും. ഇവിടെ ഈ ഒരു ഇലക്ഷനിൽ നേട്ടമുണ്ടാക്കിയത് ആരാ? BJP തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തകർന്നു പോയാൽ ഇവിടെ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വളർന്നു വരും. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും സുഖസുന്ദരമായിട്ട് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം തകരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം നേതാക്കന്മാരുടെ ഈ ധിക്കാരവും പ്രസ്താവനകളും തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും അധികം അധംപതിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് CPM നമ്മുടെ കേരളത്തിൽ എത്തിയത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ മതേതര പ്രസ്ഥാനം എന്ന് പറയുന്ന CPM ആയാലും കോൺഗ്രസ് ആയാലും ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ എതിർത്ത് തോൽപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേരളം അത് നശിച്ച് നാരായണ കല്ലിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും